ഹലോ. ഹെയർ എന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? എനിക്കും. അപ്പോൾ നമുക്ക് എൻ്റെ ഹെയർ ഓയിൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? നമുക്ക് പോകാം നമ്മുടെ വീഡിയോയിലോട്ട്. കറ്റാർവാഴ, തുളസി, ചെമ്പരത്തി, മൈലാഞ്ചി, നെല്ലിക്ക, കഞ്ഞുണ്ണി, കറിവേപ്പില, ചെറിയുള്ളി ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. കടയിൽ നിന്ന് വാങ്ങണ വെളിച്ചെണ്ണ അത്ര നല്ലതല്ല. നമ്മളൊന്നില്ലെങ്കിൽ വീട്ടിൽ ആട്ടുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ മില്ലിൽ പോയി വാങ്ങുന്നതോ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് നല്ലത്. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ പ്യുവറായിട്ടുള്ളത് ചേർക്കുമ്പോൾ കെമിക്കലായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിൽ വലിയ ഗുണം ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ. കറ്റാർവാഴയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് അത്യാവശ്യം നല്ല രീതിക്ക് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാൻ എണ്ണ കാച്ചുമ്പോൾ തേങ്ങാപ്പാൽ കൂടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ട് അത് എടുത്തിട്ടില്ല. തേങ്ങാപ്പാലൂടെ ഒഴിച്ച് ഒന്നുകൂടെ നല്ലതാണ്. മുടിയിൽ കുറേ എണ്ണ തേച്ചുകൊണ്ട് മാത്രം മുടി വളരണമെന്നില്ല. നമ്മളൊരു ചെടിക്ക് നല്ല രീതിക്ക് വെള്ളവും വളവും കൊടുക്കുന്നത് മുടി നല്ല ബലത്തോടു കൂടി വളരാനാണ്. അതുപോലെ നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ ചില കാര്യങ്ങളൂടെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള ഹെയർ ഓയിലും കൂടെ തേക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് മുടി വളരും. നല്ല രീതിക്ക് തീ നന്നായി കത്തിക്കാൻ പാടില്ല. ഒരു വിധം ഒന്ന് തിളച്ച് വന്നു വെച്ചാൽ നമ്മൾ ചെറിയ തീയിൽ വേണം ആവാൻ. ഇപ്പം നമ്മുടെ എണ്ണ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 4-4.5 മണിക്കൂറിൽ പരിശ്രമമാണ്. അപ്പം നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ച് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം നല്ലൊരു അരിപ്പ കൊണ്ട് നന്നായി അരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.